നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടിക്കറ്റ് ടു ഫൈനൽ ബോണസ് പോയിന്റ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ച ടീം നെസ്റ്റ് ആയിരുന്നു. അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ഋഷി എന്നിവരടങ്ങിയ ടീം മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കിയാണ് മുന്നേറിയത്. മത്സരത്തിലുടനീളം ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. 4 പേർക്കും ഇടയിൽ പ്രത്യേക ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുകയും പ്രേക്ഷകർ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ജയിൽ നോമിനേഷൻ ഡേയിൽ വെച്ച് അഭിഷേകും ജാസ്മിനും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കണ്ടത്. ജയിൽ നോമിനേഷൻ വോട്ടെടുപ്പിൽ നോറയ്ക്ക് ശേഷം അഭിഷേകിനും ശ്രീധുവിനും തുല്യ വോട്ടായിരുന്നു ലഭിച്ചത്. തുടർന്ന് ഇരുവരോടും ബിഗ് ബോസ് തന്നെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ പറഞ്ഞു. ഇതിനിടയിലാണ് ജാസ്മിനും അഭിഷേകും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. തർക്കത്തിനിടയിൽ അഭിഷേക് ഗബ്രി വിഷയമൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. പറയാൻ കൃത്യമായ ഉത്തരമില്ലെങ്കിൽ മത്സരത്തിൽ നിന്നും പുറത്തുപോയ ആളെക്കുറിച്ച് സംസാരിക്കുകയല്ല വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ജാസ്മിൻ തിരിച്ചടിച്ചത്. ഈ തർക്കത്തിൽ ജാസ്മിൻ സ്കോർ ചെയ്തെന്നാണ് താരത്തിന്റെ ആരാധകരിൽ ഒരാൾ ബിഗ് ബോസ് അനുകൂല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കുറിച്ചത്. കുറിപ്പ് ഇങ്ങനെയാണ്: ബിഗ് ബോസ് ഗെയിം ഷോയിൽ വന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊരാൾ പറയുന്നതിന് 2 അർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾക്ക് എതിരാളിയോട് പോയിന്റ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ല, അല്ലെങ്കിൽ അയാൾ വാ തുറന്നാൽ വരുന്നത് മുഴങ്ങേറ്റ് ശരികേടാകുമെന്ന ബോധ്യവുമാകാം. സത്യത്തിൽ ഇത് രണ്ടും ബാധിച്ചതുകൊണ്ടാണ് ജാസ്മിന് സംസാരിക്കാൻ കഴിയാതെ ഒരു വാട്ടർ ബോട്ടിലും പിടിച്ച് അഭിഷേക് ആ വീട് മുഴുവൻ ഓടി തളർന്നത്. ജാസ്മിനോട് സംസാരിച്ച് ജയിക്കാനുള്ള പോയിന്റ് ഇല്ലാത്ത എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു രക്ഷപ്പെട്ടുകൊണ്ട് പരാജയപ്പെടുന്ന രീതിയാണ് കണ്ടത്. ആദ്യം നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ അഭിഷേക് പഠിക്ക്. അല്ലാതെ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ തോറ്റോടാതെ, അതും പോരാഞ്ഞ് പട്ടി എന്നൊക്കെ സഹമത്സരാർത്ഥിയെ തെറി വിളിക്കുന്നത് അയാൾക്ക് തെറിയല്ലാത്ത വേറെയൊന്നും പറയാൻ അറിയില്ല എന്ന ഒറ്റ കാര്യത്തിലാണ്. എന്താണ് സംസാരിക്കേണ്ട വിഷയമെന്ന് പോലും അറിയാതെ പരസ്പര ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ എടുത്തിടാൻ തോന്നുന്നത് അയാൾക്ക് നിലവിലെ സാഹചര്യത്തോട് പ്രതികരിക്കാൻ അറിയില്ല എന്നത് തന്നെയാണ്. ജാസ്മിൻ വിരോധികൾ ഇന്നലെ മുതൽ പ്രൊമോ കണ്ട് സന്തോഷിക്കായിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി. തീയും പുകയും ചേർത്ത് എഴുതി വെച്ചതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്. ഈ സീസണിൽ ഒരു രാജാവ് പിറക്കാൻ പോണില്ലെന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത്.